നമസ്കാരം. പത്തനംതിട്ട കോന്നിയിലെ അച്ഛൻ കോവിലിന്റെ തീരത്ത് 1600 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് വെട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ ബലിതർപ്പണം നടത്താനെത്തി. ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഇത്തവണയും അവിടെ ഒരുക്കിയിരുന്നത്. പൂർവികർക്കായി പാഥേയമുരുട്ടിയപ്പോൾ പലരും വിതുമ്പി. എള്ളും പൂവും ദർഭയും തൃശ്ശനിയിൽ വെച്ച ക്ഷേത്രകർമ്മി ഉച്ചരിച്ച മന്ത്രങ്ങൾ ഏറ്റുചൊല്ലിയാണ് ഇവർ പിതൃതർപ്പണം നടത്തിയത്. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയതായി ക്ഷേത്ര സെക്രട്ടറി രാമാനന്ദൻ നായർ വ്യക്തമാക്കി. വെട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തില് ഇന്ന് ബലിതർപ്പണ ദിവസമായ ഇന്ന് രാവിലെ ഞങ്ങൾ 3:50 ബലി ആരംഭിക്കുമെന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പക്ഷേ ഭക്തജനങ്ങളുടെ അതിഭയങ്കരമായ ബാഹുല്യം നിമിത്തം ഞങ്ങൾക്കത് ബലി തുടങ്ങുന്ന ഇന്ന് ശരിക്കും 3:11 ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അനുസരിച്ച് കൃത്യം 3:11 തന്നെ ആരംഭിച്ചു. ആദ്യത്തെ ഒരേ സമയം ഏതാണ്ട് 900 പേരാണ് ബലിതർപ്പണത്തിന് ഇരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യമാണ് ഉണ്ടായത്. ഇപ്പോൾ 10 മണിയാകുമ്പോഴും ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. പിന്നെ ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിൽ 3 കടവുകളുണ്ട്. 3 കടവുകൾ, മുകളിൽ 2 കടവ്, താഴെ 1 കടവ്. ഈ 3 കടവുകളിലും ഭക്തർക്ക് ഒരേ സമയം ഇറങ്ങാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരക്ഷയ്ക്കായിട്ട് ഫയർഫോഴ്സിൻ്റെ സംവിധാനമുണ്ട്, പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു. പിന്നെ നിരവധി സന്നദ്ധ ഭടന്മാരുടെ സേവനമുണ്ട്. അച്ഛൻ കോവിലാറിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിലും റെസ്ക്യൂ ടീമിന്റെ മേൽനോട്ടത്തിലും പ്രത്യേക ബാരിക്കേഡ് കെട്ടിത്തിരിച്ച സ്ഥലത്താണ് ഭക്തജനങ്ങൾ ഇത്തവണ ബലിതർപ്പണം നടത്തിയത്. പുലർച്ചെ 3 മണി മുതൽ പകൽ 11 മണി വരെയാണ് ഇത്തവണത്തെ ബലിതർപ്പണം നടന്നത്. കർക്കിടക വാവിനോടനുസരിച്ച് ക്ഷേത്രത്തിലും പ്രത്യേക പിതൃബലി തർപ്പണ പൂജയും പിതൃപൂജ തിലഹോമവും വിഷ്ണു പൂജയും എന്നിവയൊക്കെ നടത്തിയിട്ടുണ്ട്.